കീഴ്പയ്യൂർ മന വരെ ഒന്ന് പോണം. അവിടുത്തെ വലിയ നമ്പൂരിയെ കണ്ട് പൂജാകർമ്മങ്ങൾക്ക് ആരെയാണെന്ന് വെച്ചാൽ ആളെ ഇങ്ങോട്ട് അയക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ആളെ അയക്കാം. പോയി ക്ഷണിക്കാന്നൊരു ചടങ്ങുണ്ട്. കാര്യപ്പെട്ടവരാരെങ്കിലും പോണം. എന്താ ഒന്ന് പോവാൻ ബുദ്ധിമുട്ടുണ്ടാവോ? പോകാം, ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാ വൈകണ്ട. എന്തായാലും എന്താ പിന്നെ വന്നത് ശിരോമണികളെ തരുന്നുണ്ട് ഞാൻ. ഇങ്ങനത്തെ കളിയാ വഷളന്മാരുടെ കയ്യിലുള്ളേ. ഇല്ല, നിന്നോടൊന്നും കൂട്ടില്ല. ആവു എന്താ കയ്യിലുള്ള തോന്നിയാസം. പോയിക്കോളാ. അല്ല തിരുമേനി വരിക, കൊളക്കറയിൽ വരിക, ഒരു സൂത്രം കാട്ടിരുന്നൊക്കെ പറഞ്ഞിട്ടേ നിന്റെ തോർത്തുമുണ്ടായിരിക്കുക എല്ലാരും ചേർന്ന്. ഓണകവാലിന്റെ അറ്റത്തെത്തിയ ഒരു ചെക്കന്റെ കയ്യേ എന്താ ബാലസ് കളിക്കുട്ടി ആവശ്യല്ലേ? അല്ല ആരാവോ? എവിടെന്നാ? സിനിമ പിടിക്കുന്ന ആൾക്കാരാ? അല്ല, വലിയ തിരുമേനെ ഒന്ന് കാണണം. ഞങ്ങളെ കണിമംഗലത്ത് നിന്ന്. ഊവോ, അങ്ങനെ ചോദിക്കാൻ കാരണണ്ടേ. ഇപ്പൊ അങ്ങനെയുള്ള കൂട്ടർ ഒരുപാട് ഇങ്ങോട്ട് വരണണ്ടേ. എന്താ ചെയ്യാ? വലിയ തിരുമേനി എന്റെ ഫാദറേ കടുംപിടുത്താ. ആ വകയൊന്നും ഇതിനകത്ത് വേണ്ടാന്ന്. ഈ വലിയ ഇഷ്ടാ. ഈ നടികളൊക്കെ ഒന്ന് അടുത്ത് കാണാന്ന് വെച്ചാൽ നല്ല രസാണ്. എല്ലാരും വരിക, അകത്തേക്ക് വരിക. എന്താ ചെയ്യാ? അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ കളി കിടക്കുക. കണിമംഗലത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അറിയണ്ട. കൊളപ്പുള്ളിയെ തോൽപ്പിച്ച് ഉത്സവം നടത്താൻ പോണ കാര്യം അറിഞ്ഞു. പക്ഷേ തുറന്ന് അങ്ങോട്ട് പറയാലോ, ഇവിടുന്ന് ആരും വന്ന് ശാന്തി പണി ചെയ്യില്ല കേട്ടോ. അതെന്താണാവോ? ഉഗ്രശാപുണ്ട് ആ ക്ഷേത്രത്തിനും മണ്ണിനും. അത് തലയിൽ വാങ്ങാൻ ഇവിടെ ആരും അയക്കാൻ വയ്യ. അനർത്ഥം വിളിച്ചു വരത്തിലാവൂ അത്. അങ്ങനെ പറഞ്ഞ ഞങ്ങൾ എന്താ ചെയ്യാ തിരുമേനി? ഇനി ദിവസങ്ങളില്ല. മാത്രല്ല ഈ ഇല്ലത്തുനിന്ന് തന്നെ വേണ്ടേ? എനിക്കറിയാം. എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ കൊടിയേറ്റ് നടത്തിയത്. അയിനിക്കാട് തിരുവേനിയാണ് പ്രശ്നം വെച്ചതും പരിഹാരക്രിയ വിധിച്ചതും. അത് ഓരോന്നായി ചെയ്തു വരുന്നു. ഓ, എന്നാ പിന്നെ അതിനേക്കാട് തന്നെ ശാന്തി അങ്ങോട്ട് നടത്തിക്കോട്ടെ. ആചാരം തെറ്റിക്കാൻ കഴിയില്ലല്ലോ തിരുമേനി. തെറ്റിക്കണ്ട, ഇവിടുന്ന് ആരെയും വിടില്ല. അതേ പറഞ്ഞുള്ളൂ. നേരം സന്ധ്യയായി. എനിക്ക് കുളിയും തേവാറുണ്ട്. ഇറങ്ങാം. ഒന്നുകൂടെ തിരുമേനി ഒന്ന് ആലോചിക്കണം. ഞങ്ങൾ പോയിട്ട് വേണ്ട, ആലോചിക്കാൻ കൂടുതലൊന്നുമില്ല. കൊളപ്പുള്ളി അപ്പൻ എന്ത് തന്നു, അല്ലെങ്കിൽ എന്ത് വാഗ്ദാനം ചെയ്തു? എനിക്കൊന്നും പറയാനില്ല. ഇവിടെ ഇറങ്ങിക്കോളുക. കാരണം അവരുടെ പ്രായവും ആരോഗ്യസ്ഥിതിയൊക്കെ പ്രശ്നമാണ്. എഴുത്തച്ഛ, നമുക്കിറങ്ങാം. വാ. എല്ലാം ഓക്കെ എന്താ ചെയ്യാ? അച്ഛന്റെ ഒരു സ്വഭാവം അതാ. നിങ്ങള് കേവലാട്ടോ സമ്മതിച്ചിരിക്കണു. കൊളപ്പുള്ളിയപ്പം വന്നിരുന്നില്ലേ, സംഗതി എന്തോ ഒരു മാറാട്ടം നടന്നിരിക്കണു. ഹൈ, എനിക്കൊരു സിഗരറ്റ് തരുമോ? പിന്നെന്താ ബാപ്പു, ചേട്ടോട് ഇങ്ങോട്ട് തരിക. അല്ലെങ്കിൽ വേണ്ട, ആരെങ്കിലും കണ്ടാ കൊഴപ്പാ. കക്കൂസിൽ വെച്ചാവാ പ്രയോഗം. തിരുമേനി ഈ പൂജയും പരിപാടിയും ഒന്നും പഠിച്ചിട്ടില്ലേ? എന്താ സംശയം? നല്ല വെട്ടിപ്പായിട്ട് ചെയ്യും. എന്ത് ചെയ്തിട്ട് ഫലമില്ലേ? ചപ്പെന്നുള്ള വിളിയാ ബാക്കി. ലേശം മെന്റലുണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെയാ, എനിക്കൊരു കുഴപ്പമില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യടാ. അപ്പൊ നിങ്ങൾ പോവാ? അതെ, നമ്മൾ ഒരുമിച്ചല്ലേ പോണത്. കീഴ്പയ്യൂരിലെ ഒരു വിത്ത് മതി. എന്ത് കാട്ടെ? എവിടേക്കാ കൊണ്ടു? ബാപ്പു, വണ്ടി എടുക്കടാ. എന്താടോ മിസ്റ്റർ തമ്പുരാനെ, പോക്കിരി തരത്തിനൊരു അതിരിലിടോ. എന്തു ആവാന്നോ? ഇതെന്താ ഡൽഹിയാ ബോംബെയാ? ആളെ തട്ടിക്കൊണ്ടുപോവാ, ഒളിപ്പിക്ക. ഭരതനെ സഹിച്ചാവണം അതൊക്കെ ഈ നാട്ടിൽ നടക്കണമെങ്കിൽ. എവിടെ ആ നമ്പൂരിച്ചക്കൻ? അവിടെ എവിടെ? ആരാ? ആരാന്നാ? തന്നോടല്ല, ആരാ അപ്പുറത്ത്? ആരാ അപ്പുറത്ത്? ഇവിടെ വേടാ. എന്താ പറയാൻ? നിന്നൊന്ന് കാണാനാടാ. ഇയാളാണ് ആ നമ്പൂരിച്ചക്കൻ? ഇയാളെ അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തിന് എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുക്കാം. അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്താക്കാനാ? ഞാൻ നിങ്ങളുടെ സൽക്കാരത്തിന് വന്നതല്ല. എനിക്ക് എന്റെ നമ്പൂരിച്ചക്കനെ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ തമ്പ്രാനോ കിമ്പ്രാനോ ഒന്നും നോക്കില്ല. സ്റ്റേഷനിൽ കൊണ്ടുപോയി നല്ല പെടച്ച് പുഴുക്കുണ്ടാക്കി തിന്നും. ഭരതനെ സയ്യായി പറയണേ. ഭരതനസയ്ക്ക് എന്താ വേണ്ടേ? കുറെ നേരമായി നമ്പൂരി കുട്ടികളെ അന്വേഷിക്കണല്ലോ. ഇവിടെ കിട്ടാനില്ല. പിന്നെ എവിടെ കിട്ടുക? അടുത്തുള്ള മനകളിൽ പോയി ചോദിക്കാം. തെമ്മാടി മുട്ടുകാലി എടിക്കടാ. എടിക്കടാ എടിക്കടാ.
എണീക്കണം. ഞാൻ എണീക്കാം. ആദ്യം ഫോണൊന്ന് എടുക്ക്. ഫോണോ? ആ നിങ്ങൾക്കുള്ളതാണ്. എന്നെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കാൻ? കുവൈറ്റിലുള്ള അളീനാവോ? ഹലോ, ഭരതനോ? ഭരതൻ നിന്റെ അച്ഛൻ ഭരതനെ സൈന്ന് പറയണ. സാർ, സാർ, യെസ് സാർ, യെസ് സാർ. പോകാം ഭരതൻ എസ് ഐ. വേണ്ട സാർ, വരണ്ട. ഞാൻ ആരാ വിളിച്ചത്? ഭരതൻ എസ് ഐ, റൂറൽ SP അശോക് സാർ. എവിടെ? വിലങ്ങനെ അണിയിക്കൂ. സാറേ മാപ്പാക്കണം. ഭരതൻ പോട്ടെ. ഒറ്റയ്ക്ക് പോരുത്. എന്നെ അറസ്റ്റ് ചെയ്യൂ. ഞാനാണ് ആ നമ്പൂതിരി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. എന്നെ അറസ്റ്റ് ഗോവിന്ദൻകുട്ടി, എന്നെ അറസ്റ്റ് ചെയ്യാൻ പറയും. ഗോവിന്ദൻകുട്ടി പറയരുത്. ഞാനാണ് ആ നമ്പൂതിരി. തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യില്ല. ഇല്ല എന്ന് പറഞ്ഞില്ലേ? ഭരതൻ എസ് ഐ, ഇല്ല. ഭരതൻ എസ് ഐ, എന്നെ അറസ്റ്റ് ചെയ്യ്. ഞാനാണ് ആ നമ്പൂതിരി കുട്ടിയെ. വണ്ടി ഭരതൻ എസ് ഐ, അല്ലെങ്കിൽ എല്ലാവരുടെ ജോലിയും പോവും. എന്നെ അറസ്റ്റ് ചെയ്യാൻ. വണ്ടി എടുക്കാൻ പറഞ്ഞ പിന്നെ ഭരതൻ എസ് ഐ, എടുക്കാൻ വേണ്ടി ഞാനാണ് ആ നമ്പൂതിരി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. ഭരതൻ എസ് ഐ. തമ്പുരാൻ, അതിഥികളുണ്ട്. വഴി ചോദിക്കാൻ വണ്ടി നിർത്തിയത് എന്റെ മുമ്പിലാ. എന്താടാ ഇത്, ഒരു അൺഎക്സ്പെക്ടഡ് ലാൻഡിങ്? അതല്ലേടാ ഒരു ത്രില്ല്. ജെയിംസ് ചോദിച്ചു ബാപ്പുനെ വിളിച്ച് പറയണോ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എന്താടേ നിന്റെ അപ്പിയറൻസ് ആകെ മാറിയല്ലേ? നീ വന്നേ. നീ ഒരു തമ്പുരാനാ? പറയല്ല. ഓ ഐ എം സോറി ജഗൻ. മീറ്റ് സെലിം അമൻ, ലിയോ ഫർമ. ഇത് ശശി മേനോൻ, സിംഗപ്പൂർ ബേസ്ഡ്. പിന്നെ ജയറാമനെ നിനക്കറിയില്ലോ? നമ്മളൊരിക്കൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്പിശ, ആരെങ്കിലും വിട്ട് ആ പെട്ടിയും ബാഗ് ഒന്ന് മുകളിലേക്ക്. മുകളിൽ എത്തിക്കാം. വാ. ഞങ്ങൾ ഇറങ്ങി. ആ. മേളക്കാരെ കൈയോടെ ഞങ്ങൾ കൊണ്ടുവരും. അതെ, അങ്ങാടിയിൽ ആരെങ്കിലും നിർത്തിയേക്കണം. ആനക്കാർ വരും. ഓ, ഏർപ്പാടാക്കാം. വാ. നിന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല ജഗൻ. ഞാൻ കരുതിയത് നീ ഇവിടെ വെള്ളോടിയും ഷടാങ്ങുമായിട്ട് അങ്ങ് കൂടി കാണുമെന്നാ. ഇവിടെ വന്നെന്ന് അലക്കി പൊളിക്കാന്ന് വെച്ചാൽ ഞാൻ യുമാരെയും കൊണ്ടുവന്നു. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന സുഖവും ശാന്തിയും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല നന്ദൻ. അനുഭവിക്കണം. എല്ലാത്തിനും നിനക്കാ നന്ദി പറയേണ്ടത്. അതുകളാ ഞാനും ഉണ്ടടാ കൂടെ. നിന്റെ ഉത്സവം കഴിയും വരെ. എന്താ അവന്റെ പേര് പറഞ്ഞേ? കൊലപ്പുള്ളിയാ. ചാവട്ടി അവന്റെ അങ്കാവടി നമ്മൾ പൊളിക്കും. ഏയ്, നാഗദേവതയുടെ പ്രതിഷ്ഠ. സോറിടാ. ഉണ്ണിമായ, ആരടാ അത്? ഈ പട്ടനെ തല്ലിക്കൊല്ലണം. എന്നെ കോപ്പനായവൻ. എന്താ അളിയ ഒരു പെൺകുട്ടി പോലും ഓടിപ്പോയില്ലേ? അത് നിന്ന് കുളിക്കായിരുന്നു. അങ്ങനെ എക്സ്പോസ് ചെയ്തിട്ടൊന്നുമില്ല, എന്നാലും കാണാൻ സുഖമുള്ള ഒരു കാഴ്ച. ഞാൻ ഈ ക്നാപ്പ്മാരെ വിളിച്ച് കാണിച്ചു. ആക്രാന്തം. ഇവനെന്തോ തട്ടിമറിച്ചിട്ട് ശബ്ദം കേട്ട് ആ കൊച്ചു ഓടിക്കളഞ്ഞു. ജഗു, ആരടാ അത്? ഗോവിന്ദൻകുട്ടി, താൻ ചുമ്മാ ഉഴപ്പാതെ. ഞങ്ങൾക്ക് നമ്മയുടെ വീട്ടിൽ പോയേ പറ്റൂ. താൻ കൂടെ വരണം. വന്നില്ലെങ്കിൽ തന്നെ ഞങ്ങൾ പൊക്കും. ചെയ്താടാ. തമ്പുരാൻ അറിയരുത്. അറിഞ്ഞ എന്റെ ചെവിക്കല് പൊളിക്കും. ഓ, അയാളൊരു പുല്ലും ചെയ്യില്ല. എന്താ നന്ദൻ? കിടന്ന് ബഹളം വെക്കാതെ വഴി ഉണ്ടാക്കാം. എന്ത്? ക്ഷമിക്കണം, ഞാൻ തമ്പുരാനൊന്ന് കാണാൻ വേണ്ടി കരുതാ. നിങ്ങളാരാ? ഞാനും മോളിവിടെ ഊട്ടുപുരമാളികയിലാ താമസിക്കണേ. നമ്മുടെ അമ്മാവൻ വരാനേ. വരെ 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 വരെ. അയ്യോ, എത്ര അയ്യോ, ദിവസമായാ? എന്താ ഇപ്പൊ ഇത് കഥ? വരെ വരെ വരെ. എന്താ ഈ കാണിക്കണേ? നമ്മുടെ അമ്മാവനല്ലേ? വരെ. എന്തൊക്കെയാ നിങ്ങൾ അമ്മാവൻ, നമ്മുടെ അമ്മാവൻ. ഞാനിത് പതിവില്ല. ഇരിക്കണം. അങ്ങനെ വഴിക്ക് വാ. ഇനി ഒന്ന് പിടി. അയ്യോ, നിർബന്ധിക്കരുത്. കഴിക്കില്ല. അതുകൊണ്ടാ സാർ. തമ്പുരാൻ കഴിക്കില്ല. തന്നോട് ചോദിച്ചില്ല. കഴിക്കണോ? അയ്യോ അയ്യോ അയ്യോ, അരുത്. ഞാനൊരു പാവാണ് സാർ. അങ്ങോട്ട് പൊക്കോട്ടെ. ശരി, വിട്ടേക്ക്. ചുമ്മാ ജാടയാ മൂപ്പിലാന്റെ. 6000 രൂപ വിലയുള്ള കോച്ച. ഒരെണ്ണകത്ത് എന്ന കിഴവൻ ചാവത്തൊന്നും അവനെ കൊണ്ട് അവളേക്ക് കുടിപ്പിച്ച ഞാൻ ജഗൻ, ഞാൻ പറയുന്നൊന്ന് കേൾക്കും. ക്ഷമിക്കണം തമ്പുരാൻ. തെറ്റ് ചെയ്തവർക്ക് വേണ്ടി ഞാൻ ക്ഷമിക്കുന്നു. അരുത്. എന്താ ഇത്? ആ കൈകളുകൊണ്ട് എന്റെ കാലിലൂടെ അതിനുള്ള പുണ്യം ഈ കിഴവൻ ചെയ്തിട്ടില്ല. മനസ്സിലാവില്ല. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല.
ആ ഇറങ്ങിപ്പോയ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണീരിന്റെ വില, മഹത്വം. പണം പെരുകി പെരുകി ചുറ്റിലും പ്രളയം പോലെ നിറയുന്ന പണം, അത് കൊടുത്താൽ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ. അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തെടുത്ത് കിടത്തിയ വയറ്റാട്ടിക്ക് ടിപ്സ് കൊടുത്തു തുടങ്ങിയ പണക്കൊഴുപ്പിന്റെ ഹുങ്ക് നാളെ അമ്മയ്ക്ക് കൊടുക്കും. 10 മാസം ചുമന്ന ഗർഭപാത്രത്തിന്റെ വാടക. നോട്ടുകെട്ടുകൾക്ക് കടലാസിന്റെ പോലും വിലയില്ലാത്ത സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടാവും. അന്നേ അറിയൂ. നീ നോ. ഗോവിന്ദൻകുട്ടി പാലക്കാട് കൊണ്ടുവിടും. ആ വഴി തിരിച്ചു പോയിക്കണം 3. എപ്പ തിരിച്ചു പോകണമെന്ന് ഞങ്ങൾക്കറിയാം. ഇയാളാരാ? ഞാൻ ആരാണെന്ന് അറിയണം. അല്ലടാ പന്നെ കഴിവറ എന്തായി കാണിക്കുന്നത്? നന്ദന്റെ ഫ്രണ്ട്സ് ആ ഒറ്റ കൺസിഡറേഷൻ കൊണ്ടാണ്ടാ നിന്നെ ജീവനോടെ വിടുന്നത്. കേരള വണ്ടിയില് ഞങ്ങൾക്ക് നന്ദനെ കാണണം. അല്ല താൻ പറയുന്ന കേട്ട് ദാ, നീ ഒരു പുല്ലിനെ കാണാൻ പോകുന്നില്ല. പോകാൻ പറഞ്ഞാ പൊയ്ക്കണം. ഇല്ലേ 3 പെട്ടി പാക്ക് ചെയ്യും ഞാൻ. പോടാ ഗോവിന്ദൻകുട്ടി. വണ്ടി കയറണം. കുത്തി പണ്ട ഞാൻ എടുക്കും. വണ്ടി കയറണം. തമ്പ്രാനോടെ കളി. കയറാ വണ്ടി. എന്താ പൊട്ട നോക്കണം. അവരെവിടെ? പറയാം. എടാ അവന്മാരെവിടെയെന്ന്? അവര് പോയി. വാട്ട് യു മീൻ? ഞാൻ അവരെ പറഞ്ഞയച്ചു. അത് ശരിയാവില്ല നന്ദൻ. നിനക്കെങ്ങനെ പറഞ്ഞേക്കാനാവും? അവരെന്റെ ഗസ്റ്റാണ്, മൈ ക്ലോസ് ഫ്രണ്ട്സ്. ആ അതിലേറെ നമ്പർ 1 ഏർപ്പാളികളും. ഇനി അവരിവിടെ നിന്നാൽ ഇനി വേറെ തന്തയില്ലായ്മ കാണിച്ച എന്റെ കൺട്രോൾ തെറ്റും. നീ എന്നെയാണ് ഇൻസൾട്ട് നോക്ക് ചെയ്യുന്നത്. നന്ദൻ, ഇതൊരു ഗ്രാമമാണ്. വളരെ ഫ്രജൈലായ ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അവരെ വേദനിപ്പിക്കുന്ന പാപമാണ്. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ അത് അനുവദിക്കില്ല. ഓഹോ. അപ്പൊ നീ എന്റെ മുമ്പിലും തമ്പരം കളിച്ചു തുടങ്ങിയോ? നിനക്ക് ഇവിടുത്തെ മനുഷ്യരോടുള്ള താല്പര്യം പോലെ തന്നെയാണ് എനിക്ക് എന്റെ ഫ്രണ്ട്സിനോടും ഉള്ളത്. അവരോട് പോയി അവരെ തിരിച്ചുകൊണ്ട് ഏയ്, വേണ്ട. വരണം. അത് ഞാനാ തീരുമാനിക്കുന്നത്. നിനക്ക് ഇത്ര ചൊറിയാൻ മാത്രം എന്താ ഉണ്ടായേ? അവരാ പെൺകുട്ടിയെ എടുത്ത് എന്തോ തമാശ കാട്ടി, അതാണോ? നീ ഇത്ര പൊസസീവ് ആവുന്ന എന്തിനാ? അവൾ ആരാ നിന്റെ? നീ കീപ്പ് ചെയ്യുന്ന ഒരു പെണ്ണ്, അത്രയല്ലോ. നന്ദൻ നിർത്ത്. വെറുതെ എന്റെ ടെമ്പർ തെറ്റിക്കരുത്. ആവശ്യത്തിലേറെ പ്രോബ്ലംസ് എനിക്കുണ്ട്. Hell. അതെനിക്കറിയണ്ട. അവരോട് പോയിന്ന് പറ. നിന്റെ ആത്മമിത്രങ്ങൾ കെട്ടിയെടുത്തു. ഇനി നീ പോയി വിളിച്ചാൽ അവന്മാര് വരില്ല. അടിച്ചവന്മാരെ കാലൊടിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ. വേണേ പോയി വിളിക്ക്. പാലക്കാട് വല്ല ഹോട്ടലിൽ കണ്ടു പോയി വിളിക്ക്. പോ നന്ദ. നന്ദ ഒഴിച്ചോളൂ. ആ മതി. ആ മതി മതി മതി. ആയ് നല്ല ചൂടും കിട്ടോ. എത്ര ദിവസമായി ഒന്നും ഉണ്ടിട്ട്. ഇനി എനിക്ക് പേടിയൊന്നുമില്ല. ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായേ. ഇനി പൂജ കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. തിരുമേനി മാപ്പാക്കണം. ഞങ്ങൾ കുറച്ച് അപമര്യാദയായിട്ട് പെരുമാറിയോ? സംശയിക്കണ്ട. സാമാന്യം നല്ല രീതിയിൽ തന്നെ പെരുമാറിയേ. ഞാൻ മെന്റലാണെന്ന് തോന്നണ്ടായോ? ഓ ഹേയ് ഒരിക്കലില്ല. അത് തനിക്ക് വിവരമില്ലാഞ്ഞിട്ടാ. അത് ബുദ്ധിമുട്ടൊക്കെ തോന്നു. അന്നാ അങ്ങനെയല്ല കേട്ടോ.